ബേസിക്കലി പാമ്പ് കടി ഏറ്റാലും അത് നമുക്ക് ബോധ്യപ്പെട്ടാലും ഇനി പാമ്പ് കടി ഏറ്റു എന്ന് സംശയം തോന്നിയാൽ പോലും ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ട സംഗതി എന്ന് പറഞ്ഞാൽ ആന്റി സ്നേക്ക് വെനൻ ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ്. ഭയപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചേര കടിച്ചതാണെങ്കിൽ പോലും ആള് മരിക്കാൻ സാധ്യതയുണ്ട്. പണ്ട് നമ്മൾ കേട്ട് പരിചയിച്ചതുപോലെ 2 വിഷപ്പല്ലിന്റെ അടയാളം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന ന്യൂറോടോക്സിക് വെനമുള്ള ഒരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ടോസിസ് എന്ന് പറയുന്നത്, അതായത് കണ്ണ് തുറക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ കണ്ണിന്റെ പോള ഇങ്ങനെ അടഞ്ഞു പോകുക, മുറുക്കി കെട്ടാൻ പാടില്ല, ഒരു വിരൽ കടത്തുന്ന രീതിയിൽ അയച്ചു കെട്ടണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം മുറുക്കിയും കെട്ടണ്ട അയച്ചും കെട്ടണ്ട എന്നുള്ളതാണ്. കെട്ടിന് താഴെയുള്ള ഭാഗം മിക്കവാറും മുറിച്ച് മാറ്റേണ്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയും. ഹൈലി വെനമസ് എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിലെ മനുഷ്യന് അപകടകാരികളായിട്ടുള്ള കരയിൽ കാണപ്പെടുന്ന പാമ്പുകൾ നമുക്കൊരു 6 എണ്ണം പ്രധാനമായും പറയാൻ പറ്റും. നമസ്കാരം. പാമ്പ് കടിയേറ്റുള്ള മരണങ്ങളുടെ വാർത്തകൾ നാം ദിവസവും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ദുരന്തത്തിന് വിധേയരാകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്. ഇത് സംബന്ധിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററും സർപ്പ സ്റ്റേറ്റ് നോഡൽ ഓഫീസറുമായ മുഹമ്മദ് അൻവറാണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ പാമ്പ് കടിയേറ്റിപ്പം പ്രത്യേകിച്ചും കുട്ടികൾ, അപ്പോൾ ആളുകൾ ഇത്തിരി പരിഭ്രാന്തിയിലാണ്. പാമ്പ് എല്ലാ കാലത്തും ചൂട് കൂടുമ്പോൾ പാമ്പ് അധികം പുറത്തു വരികയും പാമ്പായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പരിഭ്രാന്തി ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ പാമ്പ് എന്ന് പറയുന്നത് നമ്മൾ കുട്ടിക്കാലം മുതൽ പരിചിതമായ ഒരു ജന്തുവാണ്. പാമ്പ് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ പാമ്പിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പാമ്പിനെ നമ്മൾ പല രീതിയിൽ കാണുന്നുണ്ട്. പക്ഷെ എപ്പോഴും നമുക്കൊരു ഭീതിയും കൂടെ ഉണ്ടാവുന്നതാണ് പാമ്പ്. നമ്മളെ ചിലപ്പം കുട്ടിക്കാലത്ത് പേടിപ്പിക്കാനൊക്കെ ഉപയോഗിക്കല് പാമ്പ് വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പേടിപ്പിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു പ്രത്യേകത? മറ്റ് ജീവികളിൽ നിന്ന് എങ്ങനെയാണ് ഇത് വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്നത്? മാത്രമല്ല, എല്ലാ പാമ്പുകൾക്കും വിഷമുണ്ടോ? പാമ്പുകൾ ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു ജീവിയാണ്. നമ്മുടെ ഇപ്പം പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും നമ്മുടെ പല തരത്തിലുള്ള വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ പാമ്പുകൾ പല രീതിയിൽ വരുന്നുണ്ട്. ശാരീരികമായിട്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് പരിമിതികളുണ്ട്. നമ്മളെപ്പോലെ നമുക്ക് സ്വതന്ത്രമായിട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും പാമ്പുകൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒന്ന്, കൈകാലുകളില്ലാത്ത ഒരു ശരീരമാണ്. അപ്പം നടക്കാനോ ഓടാനോ ഒന്നും പറ്റില്ല. ആരെങ്കിലും ഒരു വടിയെടുത്ത് തലക്കടിച്ചാലും കൈ കൊണ്ടൊന്ന് തടയാനോ ഒന്നും പറ്റില്ല. നമുക്കാണെങ്കിൽ കൈ കൊണ്ട് തടയാനും അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാനും ഒക്കെ പറ്റും. ഇവയ്ക്ക് ഇഴഞ്ഞു മാത്രമേ നീങ്ങാൻ പറ്റുള്ളൂ. ആഹാരത്തിന്റെ ടേസ്റ്റ് ആസ്വദിക്കാൻ നിവൃത്തിയില്ലാത്തൊരു കാറ്റഗറിയാണെന്ന് പറയാൻ വേണമെങ്കിൽ. കാരണം അവർ ഈ ഇര പിടിക്കുന്നു, അതിനെ പൂർണ്ണമായിട്ട് വിഴുങ്ങുന്നു, പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇര പിടിക്കുന്നത്. പിന്നുള്ള പരിമിതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ നമുക്ക് ചുറ്റും കാണുന്ന പക്ഷികളായാലും മൃഗങ്ങളായാലും നമ്മുടെ മനുഷ്യരായാലും നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ വളരെ കരുതലോടുകൂടി വളർത്തുന്നു, ഭക്ഷണം കൊടുക്കുന്നു, അവരെ മറ്റ് ശത്രുക്കളൊന്നും ഉപദ്രവിക്കാതെ ശ്രദ്ധിക്കുന്നു, അവരെ ജീവിതം പഠിപ്പിക്കുന്നു. ഇതിപ്പോൾ പൂച്ചയിലും കോഴിയിലും പക്ഷികളിലും അല്ലെങ്കിൽ ആടുമാടിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊന്നും ഇല്ലാത്തൊരു വിഭാഗമാണ് പാമ്പുകൾ അല്ലെങ്കിൽ ഉരകങ്ങൾ. ഇപ്പൊ കടലാമയായാലും കരയിൽ കയറി മുട്ടയിട്ടിട്ട് അമ്മയാമ അങ്ങ് പോകും. പിന്നീട് എപ്പോഴെങ്കിലും മുട്ട വിരിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ തന്നെത്താനെ ആണ് ജീവിക്കുന്നത്. ഒരു തരത്തിലും ഒരു പാരന്റൽ കെയർ ഒന്നും കിട്ടുന്നില്ല. പാമ്പുകളും അങ്ങനെ തന്നെയാണ്. പാമ്പുകൾ മുട്ടയിടുന്ന പാമ്പുകളുണ്ട്, പ്രസവിക്കുന്ന പാമ്പുകളുണ്ട്. അപ്പൊ ഇതിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടതായാലും അമ്മ അല്ലെങ്കിൽ അച്ഛൻ അതിനെ കൊണ്ട് നടന്ന് ജീവിതം പഠിപ്പിക്കുന്നതൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഉള്ള തരത്തിലുള്ള പരിമിതികൾ, ഇങ്ങനെ ഒരുപാട് പരിമിതികളോടുകൂടി ശാരീരികമായ പ്രത്യേകതകളോടുകൂടി ജീവിക്കുന്ന ഒരു വിഭാഗമാണ്. പലപ്പോഴും പാമ്പുകളോടുള്ള ഭയം ബേസിക്കലി നമുക്കെല്ലാം ഉള്ളതാണ്. പ്രൈമേറ്റ്സിനൊക്കെ ഉണ്ട്. കുരങ്ങ് വർഗത്തിൽപ്പെട്ട ജീവികൾക്ക് മനുഷ്യരുൾപ്പെടെ പാമ്പുകളെ ഭയമാണ്. ചിലപ്പോൾ പാമ്പുകളെ പറ്റി എന്തെങ്കിലുമൊക്കെ കഥകൾ കേട്ടിട്ടുണ്ടാകുന്നതൊന്നുമല്ല, ജന്മന തന്നെ ഉണ്ടാകുന്നതാണ്. പിന്നെ പാമ്പുകൾ പാരിസ്ഥിതികമായിട്ട് ഒരുപാട് പ്രാധാന്യമുള്ള ജീവികളാണ്. പ്രത്യേകിച്ച് എലികളുടെ അതുപോലുള്ള ജീവികളുടെയൊക്കെ എണ്ണം കൺട്രോൾ ചെയ്യുന്നതിൽ പാമ്പുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ചില ചെറിയ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ അവ നമ്മുടെ ഒരു ആവാസ വ്യവസ്ഥയുടെ ബാലൻസിൽ എത്രത്തോളം സുപ്രധാനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ 2025 ഏപ്രിൽ മുതൽ 26 മാർച്ച് വരെയുള്ള കാലയളവിൽ 18 പേരാണ് കേരളത്തിൽ പാമ്പ് കടിയേറ്റ് മരിച്ചത്. ഇതേ കാലയളവിൽ 362 പേരാണ് എലിപ്പനി ബാധിച്ച് മരിച്ചത്. അപ്പൊ എലികളുടെ എണ്ണമൊക്കെ ക്രമാതീതമായി പെരുകാതെ നിയന്ത്രിക്കുന്നതിൽ പലതരത്തിൽപ്പെട്ട പാമ്പുകൾക്ക് വളരെ സുപ്രധാനമായ പങ്കുണ്ട്. പാമ്പുകൾ തമ്മിൽ കഴിക്കുന്നു. പാമ്പുകളെ ആഹാരമാക്കുന്ന ഒരുപാട് ഉപ്പനും പരുന്തുവർഗ്ഗങ്ങളും മൂങ്ങവർഗ്ഗങ്ങളും മയിലും പൊന്മാൻ ഉൾപ്പെടെയുള്ള പക്ഷികളൊക്കെ പാമ്പുകളെ ആഹാരമാക്കുന്നുണ്ട്. കീരിയും പൂച്ചയും പോലുള്ള മറ്റു ജീവികളും പാമ്പുകളെ ആഹാരമാക്കുന്നുണ്ട്. പാമ്പുകൾ എലികളെയും തവളകളെയും അതുപോലെ മറ്റു പല ജീവികളെയും നിയന്ത്രിക്കുന്നുണ്ട്. തമ്മിൽ തന്നെ പാമ്പുകൾ ആഹാരമാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം രാജവെമ്പാല കഴിക്കുന്നത് പ്രധാനമായും മറ്റു പാമ്പുകളെ തന്നെയാണ്. മൂർഖനും ചേരയും വെള്ളിക്കെട്ടനും അതുപോലുള്ള പല പാമ്പുകളും മറ്റു പാമ്പുകളെ കഴിക്കാറുണ്ട്. അത് ഒരുപക്ഷെ എല്ലാവർക്കും അധികം അറിയാത്ത കാര്യമാണ്. ചേര നമ്മുടെ പരിസരത്തുണ്ടെന്നുണ്ടെങ്കിൽ
ഈ പരിസരത്തൊക്കെ വന്നു വിടുന്ന കുഞ്ഞു പാമ്പുകളൊക്കെ അത് പിടികൂടി ഭക്ഷണമാക്കും. ചേര എന്തുകൊണ്ടും നമ്മുടെ പരിസരത്തുണ്ടാവേണ്ടത് നമുക്കൊരു വളരെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഒരു കാര്യം കൂടിയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം പാരിസ്ഥിതികമായ പ്രാധാന്യങ്ങളും പാരിസ്ഥിതിക കർത്തവ്യങ്ങളൊക്കെ നിർവഹിച്ച് വളരെ സൈലന്റ് ആയിട്ട് നമുക്ക് ചുറ്റും ജീവിക്കുന്ന ഒരു വിഭാഗം കൂടിയാണ് പാമ്പുകൾ. ഇപ്പോഴത്തെ ഈ ഒരു സീസണിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടാണ്. ഇപ്പൊ നമ്മള് AC ഒന്നുമില്ല, ഫാനൊന്നും ഇല്ലാത്ത ഒരു കോൺക്രീറ്റ് വീടിനകത്ത് നമ്മൾ ഉച്ചയ്ക്ക് ഒരു 11 മണിക്കോ 12 മണിക്കോ ഇരിക്കുന്ന ഒരവസ്ഥ നമ്മളൊന്ന് ആലോചിച്ചോട്ടെ. വാതിലും ജനാലയൊക്കെ തുറന്നിട്ട് അല്പം കാറ്റ് വന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് പുറത്തിറങ്ങി ഒന്ന് കാറ്റ് കൊള്ളാമെന്ന് നമ്മൾ ചിന്തിക്കും. അത്രത്തോളം ചൂടാണ്. അല്ലെങ്കിൽ മരത്തിന്റെ ചുവട്ടിലേക്ക് ഒന്ന് പോയി ഒന്ന് ശരീരം ഒന്ന് തണുപ്പിക്കണമെന്ന് നമുക്ക് തോന്നും. അത്രത്തോളം നമുക്ക് മലയാളികൾക്ക് അനുഭവിച്ച് പരിചയമില്ലാത്ത രീതിയിലുള്ള കടുത്ത ചൂടാണ്. ഇതേ അവസ്ഥ പാമ്പുകൾക്കും ഉണ്ട്. അപ്പൊ നമ്മളെക്കാൾ ഉപരി നമുക്കിപ്പം ചൂട് കൂടി കഴിഞ്ഞാൽ വേർത്ത് ശരീരം തണുപ്പിക്കാനൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. പല ജീവികളും പല രീതിയിലാണ്. ഇപ്പൊ വലിയ ആന വലിയ മുറം പോലത്തെ ചെവി ഇങ്ങനെ വീശിയിട്ടും, അല്ലെങ്കിൽ വെള്ളം ഉള്ളിടത്താണെങ്കിൽ വെള്ളം കോരി ദേഹത്തേക്ക് ഒഴിച്ചിട്ടും, അതില്ലാന്നുണ്ടെങ്കിൽ മണ്ണ് കുത്തി ഇളക്കിയിട്ട് ആ മണ്ണ് വാരി ദേഹത്തേക്ക് ഇട്ടിട്ടും ഒക്കെ ശരീരം തണുപ്പിക്കാറുണ്ട്. പാമ്പുകൾക്ക് ഇതൊന്നും പറ്റില്ല. മാത്രമല്ല ഇത് ശീതരക്ത ജീവികൾ കൂടിയാണ് പാമ്പുകൾ. അപ്പൊ അവയുടെ ശരീരം തണുപ്പിക്കാനുള്ള ബയോളജിക്കലായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ കുറവാണ്. അവയ്ക്ക് പുറത്തു വരിക, തണുപ്പ് കൂടിയ സമയത്താണെങ്കിലും പുറത്തു വന്നിട്ട് വെയിൽ കൊണ്ടിട്ട് ആ ഒരു ചൂട് ക്രമീകരിക്കുക എന്നുള്ളതാണ്. അപ്പം മഴക്കാലത്തും ചൂട് കാലത്തും ഇത് കൂടുതലായിട്ട് പുറത്തിറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല ഈ കടുത്ത ചൂടെന്ന് പറഞ്ഞാൽ ജീവികളിൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. പൊതുവെ പാമ്പുകൾ ഒളിയിടങ്ങളിലും മാളങ്ങൾക്കുള്ളിലും ഒക്കെ കഴിഞ്ഞുകൂടാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ജീവികളാണ്. അതൊരു ഇരയെ പിടിക്കാൻ വേണ്ടിയോ ഒക്കെ മാത്രമേ അത് പുറത്തിറങ്ങുള്ളൂ, അല്ലെങ്കിൽ ഇണ ചേരാൻ വേണ്ടിയൊക്കെ മാത്രമേ പുറത്തിറങ്ങുള്ളൂ. പക്ഷേ ഈ ചൂട് കാരണം പുറത്തിറങ്ങുന്നത്, അതിന് ഈ സ്ട്രെസ് കാരണം പുറത്തിറങ്ങുമ്പോൾ അതിന് ഒരു എന്താണ് അഗ്രഷൻ കൂടുതലായിരിക്കും. സാധാരണ ഒരു മനുഷ്യനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശത്രുവിനെയോ കണ്ടു കഴിഞ്ഞാൽ ഓടി അതിന്റെ മാളത്തിലേക്ക് തിരിച്ചു കയറുന്ന പാമ്പ് ഈ ഒരു സ്ട്രെസ് ഉയർന്നു നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ കടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഇതോടൊപ്പം ഓവർലാപ്പ് ചെയ്തു വരുന്ന മറ്റൊരു സംഗതി കടുത്ത ചൂട്, അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന സീസൺ, ഈ ഒരു സീസൺ കൂട് ഇതിനോടൊപ്പം ഓവർലാപ്പ് ചെയ്തു വരുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് അച്ഛനും അമ്മയും ആ ഒരു തണലിലും കരുതലിലും ജീവിക്കുന്ന ജീവികളല്ല, അല്ലെങ്കിൽ അങ്ങനെ വളർന്നു വരുന്നതല്ല. ജനിച്ചു കഴിഞ്ഞാൽ തന്നെത്താൻ ജീവിക്കുക എന്നുള്ളതാണ് അവയുടെ ഒരു രീതി. അപ്പോൾ ഒരു പാമ്പ് ഒരു 10-30 മുട്ടയിട്ടിട്ട് പോയി, മുട്ടയിടുന്ന ഒരു പാമ്പാണ്, മൂർഖൻ പാമ്പാണെന്ന് വെക്കുക. ആ വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളെല്ലാവരും അവിടെ നിൽക്കുകയല്ല ചെയ്യുന്നത്. അവർക്ക് പല സ്ഥലങ്ങളിലേക്ക് അവർ വിരിഞ്ഞു വരുന്നതനുസരിച്ച് പല സ്ഥലങ്ങളിലേക്ക് അവർ പോകും. അതായത് സുരക്ഷിതമായ ഒളിയിടങ്ങൾ കണ്ടെത്തി ഇരയുടെയൊക്കെ അവൈലബിലിറ്റി ഉള്ള, അല്ലെങ്കിൽ വെള്ളമൊക്കെ കുടിക്കാൻ പറ്റുന്ന, സേഫായിട്ട് ഒളിച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ അന്വേഷിച്ചാണ് ഈ യാത്ര ചെയ്യുന്നത്. ഈ ഒരു സഞ്ചാരം ജനിച്ചു കഴിഞ്ഞ് കുറച്ച് നാളത്തേക്ക് ഇത് തുടർച്ചയായിട്ടുണ്ടാവും, പറ്റിയ സ്ഥലം കണ്ടെത്തുന്ന ഇടം വരെ. അതിനിടയ്ക്ക് അവ എന്ത് ചെയ്യും? അവ ഇങ്ങനെ നമ്മുടെ വീടുകൾക്കുള്ളിലോ അല്ലെങ്കിൽ വീടിന്റെ മുറ്റത്തോ ഒക്കെ, വീടിനുള്ളിൽ കൂടുതലും പാമ്പ് എത്തിപ്പെടുന്നത് ചിലപ്പോൾ ഒരു പല്ലിയെ പിന്തുടർന്ന് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇരജീവിയെ പിന്തുടർന്ന് വരുന്നതായിരിക്കാം. വീടിന്റെ മുറ്റത്തൊക്കെ എത്തിപ്പെടാൻ കാരണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ തണുപ്പും തണലും ഒക്കെ അതിനെ ആകർഷിക്കുന്ന സംഗതികളാണ്. ഹൈഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പാമ്പുകൾ അവിടേക്ക് ആകർഷിക്കാം. 2 ഇരജീവികൾ ഉണ്ടെങ്കിൽ ആകർഷിക്കാം. അപ്പോൾ ഹൈഡൗട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന് ചുറ്റുവട്ടത്തുള്ള കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ, പൊത്തുകളും മാളങ്ങളും, ഇതൊക്കെ പാമ്പുകളെ ആകർഷിക്കും. തണുപ്പും തണലുമുള്ള സ്ഥലങ്ങളൊക്കെ ആകർഷിക്കും. അപ്പോൾ വീടിന്റെ മുറ്റത്ത് നമ്മളൊരു പുൽത്തകടി, ഒരു ലോണൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്, കുറച്ച് ചെടിച്ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും അത് നനയ്ക്കും, അതിനെപ്പോഴും ഒരു പച്ചപ്പുണ്ടാവും, അവിടെ ഒരു തണുപ്പുണ്ടാവും. അപ്പോൾ അത്തരം സ്ഥലങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും പാമ്പുകൾ. കുട്ടികളുടെ ഷൂ ഒക്കെ പുറത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇരുണ്ട മാളം പോലെ ഇരിക്കും. അപ്പോൾ ഈ കുഞ്ഞു പാമ്പ് അതിനകത്ത് കയറിയിരിക്കാൻ സാധ്യത കൂടുതലാണ്. പിന്നെ വീട്ടിലേക്ക് ഉള്ള എൻട്രി പോയിന്റ്സ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഈ പാമ്പുകൾക്ക് കയറാൻ സാധ്യതയുള്ള എൻട്രീസ്, വീട് പകൽ സമയങ്ങളിൽ തുറന്നിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തുറന്ന വാതിലിലൂടെ പാമ്പുകൾക്കകത്തേക്ക് കയറാം. ചിലപ്പോൾ ഒരു പല്ലിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്തേക്ക് കയറാൻ സാധ്യതയുണ്ട്. ഇത് കൂടാതെ വാതിൽ അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ പോലും ചിലപ്പോൾ പല വീടുകൾക്കും വാതിലിന്റെ താഴ്വശത്ത് ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പൊ അടിയിൽ കട്ടളപ്പടിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പിലൂടെ പാമ്പിന് അകത്ത് കയറാം. കട്ടളപ്പടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സേഫ് ആണ്. ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കുഞ്ഞു പാമ്പുകളെയൊക്കെ കാണുന്ന സീസണിൽ അത്തരം ഗ്യാപ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് നമ്മൾ മറ്റോ മേടിച്ചിട്ടിട്ട് ആ ഗ്യാപ്പ് അങ്ങ് അടയ്ക്കുക എന്നുള്ളതാണ്. വള്ളിച്ചെടികളൊക്കെ വളർത്തുന്ന ഓർണമെന്റൽ പ്ലാന്റ്സ്, ഇപ്പൊ ബൊഗൈൻവില്ല അല്ലെങ്കിൽ പാഷൻ ഫ്രൂട്ട്, മണി പ്ലാന്റ്, മുന്തിരിവള്ളി, ഇത്തരത്തിലുള്ള പല വള്ളിച്ചെടികളും അതിലൂടെ കയറി വരാൻ പറ്റുന്ന പാമ്പുകളുണ്ട്. വെള്ളിക്കെട്ടൻ, മൂർഖൻ പോലുള്ള പാമ്പുകൾ, ചേരയൊക്കെ നന്നായിട്ട് മരം കയറാനും വള്ളികളിലൂടെ കയറി വരാനും പറ്റുന്ന പാമ്പുകളാണ്. അതിലൂടെ കയറി വീട്ടിനകത്തേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു എൻട്രി ഇല്ലാതിരുന്നാൽ മതി. ചെടികൾ വളർത്തുന്നതിന് പ്രശ്നമില്ല. അതായത് എയർ ഹോളിലേക്ക് അത് തട്ടി നിൽക്കുന്നു,
ജനാലുമായി തട്ടി നിൽക്കുന്നു, അല്ലെങ്കിൽ വാതിലിലേക്ക് തട്ടി നിൽക്കുന്നു, വെന്റിലേറ്ററുമായി തട്ടി നിൽക്കുന്നു. അത്തരത്തിലുള്ള കണക്ഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ക്രോപ്പ് ചെയ്ത് കട്ട് ചെയ്ത് നിർത്തിയാൽ മതി. മരങ്ങളായാലും ശരിയാ, മരങ്ങളുടെ ചില്ലകളൊക്കെ ഇത്തരത്തിലുള്ള എൻട്രീസുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നെങ്കിൽ അതൊക്കെ ഇത് ചെയ്യുക. പിന്നെ ഈ വിറകൊക്കെ കൂട്ടിയിട്ടിരിക്കുക, നിർമ്മാണ വസ്തുക്കളൊക്കെ ഇഷ്ടികയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ടിരിക്കുക, തേങ്ങയൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നിടത്തൊക്കെ പാമ്പുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള വിറകെടുക്കാൻ പോകുമ്പോഴൊക്കെ വെളിച്ചമുള്ളപ്പോൾ മാത്രം പോവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി. പിന്നെ ഈ ഇരകളുടെ സാന്നിധ്യവും പാമ്പുകളെ ആകർഷിക്കും. വീടിന്റെ പരിസരത്തൊക്കെ എലികളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടെങ്കിൽ എലികൾ കൂടുതലും വരാൻ കാരണമാകുന്നത് ഫുഡിന്റെ വേസ്റ്റൊക്കെ നമ്മൾ അലക്ഷ്യമായിട്ട് നമ്മൾ കൊണ്ട് ഒരു മൂലയ്ക്കൊക്കെ ഇടുമ്പോഴാണ്. അതിന് കഴിക്കാൻ വേണ്ടിയിട്ട് രാത്രി സമയങ്ങളിൽ എലികൾ വരും. ആ എലിയെ പിടിക്കാൻ വേണ്ടി പാമ്പുകൾ വരും. അപ്പോൾ ഫുഡ് വേസ്റ്റ് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത്, എലികളെ ആകർഷിക്കാത്ത തരത്തിൽ അത് ഏതെങ്കിലും തരത്തിൽ അത് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിന്നെ ചില വീടുകളിലൊക്കെ പക്ഷികളെയൊക്കെ വളർത്തും. പക്ഷികളും പാമ്പുകളെ ആകർഷിക്കുന്ന ഇരജീവികളാണ്. പക്ഷികളെ പിടിക്കാനോ അല്ലെങ്കിൽ പക്ഷികൾ ഇടുന്ന മുട്ട എടുത്ത് കഴിക്കാം. ഇപ്പോൾ കോഴിമുട്ട ഉണ്ടെങ്കിലും മൂർഖൻ പാമ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം പക്ഷികളെ വളർത്തുന്നതിന് പ്രശ്നമല്ല, പക്ഷെ ഈ തരത്തിലുള്ള ഒരു കരുതൽ പ്രത്യേകിച്ച് വേണം. അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടിയും ആ ഒരു കരുതൽ അത്തരം വീടുകളിൽ പ്രത്യേകിച്ച് വേണം. പിന്നെ മറ്റ് പെറ്റ്സ് ഉള്ള വീടുകളിലായാൽ പോലും, ഇപ്പൊ പൂച്ചയും പട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പൂച്ചയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാത്രി സമയങ്ങളിൽ വീടിന് ചുറ്റുമൊക്കെ കറങ്ങി നടക്കും. ഇപ്പം മറ്റ് ഈ നാടൻ പൂച്ച അല്ലാത്ത മറ്റു പൂച്ചകളാണെങ്കിൽ പോലും പുറത്തിറങ്ങിയിട്ട് അത് ചെറിയ പാമ്പും കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനെ പിടിച്ചിട്ട് അത് വീടിനകത്തേക്ക് കൊണ്ടുവരും. ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന കട്ടിലിലോ ബെഡ്റൂമിലോ ഒക്കെ കൊണ്ടുവയ്ക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പാമ്പ് പുറത്തുനിന്ന് പാമ്പിനെ പിടിച്ച് പൂച്ച ഉള്ളിൽ കൊണ്ടുവന്നിട്ട് ഉറങ്ങുന്ന കുഞ്ഞിന്റെ അടുത്ത് വെച്ചിട്ട് ആ കുഞ്ഞ് പാമ്പിന്റെ കടിയേറ്റ് മരിച്ച സംഭവങ്ങളും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം സംഗതികളൊക്കെ നമ്മൾ വീടുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്കൂളുകളുമായിട്ട് കെട്ടിടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കുറേ സംഗതികളാണ്. അത് കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ്, അതുപോലെ റെസിഡൻഷ്യൽ ബിൽഡിങ്സ്, ഒഫീഷ്യൽ ബിൽഡിങ്സിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില മുൻകരുതലുകളാണ്. പിന്നെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പം പുറത്തിറങ്ങുമ്പോൾ രാത്രി സമയങ്ങളിലാണെങ്കിൽ വെളിച്ചം കയ്യിൽ നിർബന്ധമായിട്ടും ഉണ്ടാവുക. സ്ഥിരമായിട്ട് നടക്കുന്ന വഴിയിലാണെന്നുണ്ടെങ്കിൽ കരിയിലകളോ അല്ലെങ്കിൽ ചപ്പ് ചവറുകളോ കൊണ്ട് പാമ്പുകൾക്ക് ഒളിഞ്ഞിരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അടിക്കാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യുക. അങ്ങനെയുള്ള ഇപ്പം പ്രത്യേകിച്ച് ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ ഉത്സവങ്ങൾ, പള്ളിപ്പെരുന്നാളുകളൊക്കെ ആയിട്ട് രാത്രി സമയങ്ങളിൽ നമ്മൾ അതിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി കുടുംബസമേതം കുട്ടികളൊക്കെ ആയിട്ട് പോകും. എന്നിട്ട് തിരിച്ച് ഗ്രാമപ്രദേശങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വഴിയിലൂടെ നടന്നൊക്കെ ആയിരിക്കും തിരിച്ചു പോകുന്നത്. അപ്പൊ സ്ഥിരമായിട്ട് നടക്കുന്ന വഴിയാണ്, കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളൊരു ആത്മവിശ്വാസം അമിതമായിട്ടുണ്ടായി കഴിഞ്ഞാൽ അത് അപകടമാണ്. അപ്പം നിർബന്ധമായും വെളിച്ചം കയ്യിൽ കരുതുക. കുട്ടികളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അവർ പലപ്പോഴും ഈ അരികിലൂടെയൊക്കെ വഴിയുടെ കാട് പിടിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ കരിയിലകൾ കിടക്കുന്ന വശത്തൂടെയൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അവരെ മധ്യഭാഗത്തൂടെ തന്നെ ചേർത്ത് നടത്തുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് പാമ്പുകൾ നമ്മുടെ സ്പേസിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന സംഗതികൾ. അപ്പൊ അവയുടേതായ ഒരു പാരിസ്ഥിതിക പ്രാധാന്യങ്ങൾ അല്ലെങ്കിൽ പാരിസ്ഥിതിക ധർമ്മങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് അവയെ കഴിഞ്ഞുകൂടാൻ അനുവദിക്കുക. അവരങ്ങനെ നമ്മുടെ സ്പേസിലേക്ക് എത്താതെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഈ മറ്റൊന്ന്, എല്ലാതരം പാമ്പുകളും അപകടകാരികളാണോ? പ്രത്യേകിച്ച് നമ്മൾ സാധാരണ പറയാറ് ചേര പ്രശ്നമില്ല എന്നാണ് പറയാറ്. പക്ഷെ അണലി വ്യാപകമായി നമ്മൾ കാണുന്ന ഒന്നാണ് അണലി ചെറുതാണെങ്കിലും അത് കടിച്ച ഭയങ്കര മാരക വിഷമാണെന്ന് പറയുന്നത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഈ പല ആളുകളും, പ്രത്യേകിച്ച് ഇപ്പോൾ ബ്ലോഗർമാരുടെ ഒരു കാലമാണ്. ഇപ്പം സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ തന്നെ എല്ലാ ബ്ലോഗർമാരും പാമ്പ് വിദഗ്ധന്മാരാണ്. അവര് പലതും പറഞ്ഞ് നമ്മൾ ആകെ ഓരോന്ന് കേൾക്കുമ്പോൾ ആകെ അവര് ചെയ്യുന്നത്. യാതൊരു ശാസ്ത്രീയ അടിത്തറയും അതിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്നാലും ഇതിനെക്കുറിച്ച് അറിയുന്ന ചില ആളുകൾ ഉണ്ടാവാം. പക്ഷെ നമുക്ക് എല്ലാതരം പാമ്പുകളും, അപ്പോൾ ഏത് പാമ്പാണ് ഏറ്റവും കൂടുതൽ, അത് മാത്രമല്ല പാമ്പുകളിൽ വിഷമുള്ള എല്ലാ വിഷങ്ങളും മനുഷ്യന് അപകടകരമാണ്. പാമ്പുകളിൽ ബേസിക്കലി നമ്മൾ ഇന്ത്യയിൽ ഏകദേശം 350ഓളം ഇനത്തിൽപ്പെട്ട പാമ്പുകളുണ്ട്. കേരളത്തിൽ ഏതാണ്ട് 130 പരം ഇനത്തിൽപ്പെട്ട പാമ്പുകളുണ്ട്. അതിലൊരു 10 താഴെ ഇനങ്ങൾക്ക് മാത്രമാണ് മനുഷ്യന് അപകടകരമായിട്ടുള്ള വിഷമുള്ളത്. ഇന്ത്യയിൽ തന്നെ കണ്ടുവരുന്ന പാമ്പുകളിൽ ഏകദേശം 60ഓളം പാമ്പുകൾക്കാണ് ചെറിയ രീതിയിലും അല്ലെങ്കിൽ ഉയർന്ന രീതിയിലും വിഷമുള്ളത്. ഹൈലി വെനമസ് എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിൽ മനുഷ്യന് അപകടകാരികളായിട്ടുള്ള കരയിൽ കാണപ്പെടുന്ന പാമ്പുകൾ നമുക്കൊരു 6 എണ്ണമായിട്ട് പ്രധാനമായും പറയാൻ പറ്റും. അതിൽ ബിഗ് 4 എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട 4 എണ്ണം. ബിഗ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ വിഷമുള്ള പാമ്പുകൾ എന്നുള്ള രീതിയിലല്ല, എന്നാൽ ഇന്ത്യയിൽ കൂടുതൽ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾക്ക് കാരണമാകുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ കടിച്ച് മരണങ്ങൾക്ക് കാരണമാകുന്ന പാമ്പുകൾ, ഏറ്റവും കൂടുതൽ കടിയേൽപ്പിച്ച് മരണങ്ങൾ ഉണ്ടാക്കുന്ന പാമ്പ് മൂർഖൻ പാമ്പാണ്. 2
വെള്ളിക്കെട്ടനാണ്, 3 ചേനത്തണ്ടൻ, 4 സോസ്കൈൽഡ് വൈപ്പർ എന്ന് പറയുന്ന ചുരുട്ടമണ്ഡലി. ഈ 4 പാമ്പുകളെയും കൂടെ ചേർന്നിട്ടാണ് ബിഗ് 4 വെനമസ് സ്നേക്സ് എന്ന് പറയുന്നത്. അതിൽ 2 പാമ്പുകൾ നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന ന്യൂറോടോക്സിക് വെനമാണ്. പിന്നെ 2 പാമ്പുകൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ ബാധിക്കുന്ന, സർക്കുലേറ്ററി സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഹീമോടോക്സിക് വെനമാണ്. മൂർഖനും വെള്ളിക്കെട്ടനും ന്യൂറോടോക്സിക് ആണ്. 2 ഇനത്തിൽപ്പെട്ട അണലികൾ റസൽസ് വൈപ്പറും സോസ്കൈൽഡ് വൈപ്പറും ഹീമോടോക്സിക് ആണ്. ഈ 4 ഇനങ്ങളും കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. പക്ഷെ ആദ്യം പറഞ്ഞ 3 ഇനങ്ങൾ, അതായത് മൂർഖൻ, വെള്ളിക്കെട്ടൻ, ചേനത്തണ്ടൻ, ഈ 3 ഇനങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പരക്കെ കാണപ്പെടുന്നവയാണ്. 4ാമത്തെ ഇനം സോസ്കൈൽഡ് വൈപ്പർ എന്ന് പറയുന്നത് കേരളത്തിലെ കാസർഗോഡ്, കണ്ണൂർ, പാലക്കാട് ജില്ലകളിലെ വരണ്ട പ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു കമ്പാരിറ്റീവ്ലി വളരെ റെയർ ആയിട്ടുള്ള ഒരു പാമ്പാണ്. ഇതിൽ തന്നെ മൂർഖനും അണലിയും പകൽ സമയങ്ങളിലും ഭാഗികമായിട്ട് രാത്രി സമയങ്ങളിലും ഒക്കെ അവയെ കാണപ്പെടുന്നുണ്ട്. എന്നാൽ വെള്ളിക്കെട്ടൻ പ്രധാനമായിട്ടും പകൽ അങ്ങനെ ആക്ടിവിറ്റി ഇല്ല, രാത്രി സമയങ്ങളിലാണ് ഇവ ആക്റ്റീവ് ആകുന്നത്. ഈ 4 എണ്ണത്തിനെയും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ബിഗ് 4 വെനമസ് സ്നേക്സ് എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ ഹംപ്നോസ്ഡ് പിറ്റ് വൈപ്പർ എന്ന് പറയുന്ന മറ്റൊരിനം പാമ്പുണ്ട്. മുഴമൂക്കൻ കുഴിമണ്ഡലി എന്നോ തവിട്ട എന്നോ ചുരുട്ട എന്നോ ഒക്കെ പ്രാദേശികമായിട്ട് പല പേരുകളിൽ അറിയപ്പെടുന്ന പാമ്പാണ്. അതും ഈ പച്ചപ്പ് കൂടുതലുള്ള കൃഷിയിടങ്ങളിലൊക്കെയാണ്, അതായത് വെസ്റ്റേൺ ഗാർഡ്സിന്റെ ആ ഒരു വനപ്രദേശത്തോട് ചേർന്നുള്ള കൃഷിയിടങ്ങളിലൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു പാമ്പാണ്. നമ്മൾ ഈ പച്ചിലപ്പാമ്പ് എന്ന് പറയുന്ന നാടൻ ഭാഷയിൽ പറയുന്ന ആ പാമ്പ് ഈ അത് അല്ല, അത് മൈൽഡ്ലി വെനമസ് കാറ്റഗറിയിൽ വരുന്ന പാമ്പാണ്. പച്ചിലപ്പാമ്പ്, പച്ചോലപ്പാമ്പ് എന്നൊക്കെ പറയുന്ന പാമ്പ് അത് മൈൽഡ്ലി വെനമസ് ആണ്. അത് മനുഷ്യന് അപകടകാരിയല്ല. പല്ലിയോ പോലുള്ള ചെറിയ ജീവികളെയൊക്കെ ഒന്ന് മയക്കാൻ വേണ്ടി വിഷം മാത്രമേ അതിനുള്ളൂ. ഇനി ഈ ഹംപ്നോസ്ഡ് പിറ്റ് വൈപ്പറിനെ കൂടാതെ പിന്നെ ലോകത്തെ തന്നെ ഏറ്റവും നീളം കൂടിയ വിഷപ്പാമ്പ് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഉണ്ട്. നമുക്കറിയാം, രാജവെമ്പാല ഏറ്റവും വലിയ വിഷപ്പാമ്പാണ്. അപ്പൊ അതും ഉഗ്രവിഷമുള്ള കാറ്റഗറിയിലാണ് വരുന്നതെങ്കിൽ പോലും അതിൻ്റെ ഒരു ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത് ഉൾവനങ്ങളാണ്. അത് വനാന്തരങ്ങളിൽ കഴിഞ്ഞുകൂടാൻ ഇഷ്ടപ്പെടുന്ന പാമ്പാണ്. അത് അപൂർവമായിട്ട് ഇണചേരലിനും മറ്റും വേണ്ടിയിട്ട് ഇങ്ങനെ കൂടുതൽ സഞ്ചരിക്കുന്ന സമയത്ത്, ഇണചേരൽ കാലത്തും പാമ്പുകൾ ഇങ്ങനെ കൂടുതലായിട്ട് പുറത്തിറങ്ങി സഞ്ചരിക്കും. അതായത് പെൺപാമ്പുകൾ ആൺപാമ്പുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിറോമോൺസ് എന്ന് പറയുന്ന ഒരുതരം കെമിക്കൽ പദാർത്ഥങ്ങൾ ഇങ്ങനെ പുറപ്പെടുവിക്കും. അപ്പൊ അത് ചിലപ്പോൾ പല കിലോമീറ്ററുകൾ ദൂരെ നിന്നായിരിക്കും, 5-10 കിലോമീറ്റർ ദൂരെ നിന്നായിരിക്കും ആൺപാമ്പിന് ഇതിന്റെ ഒരു സാന്നിധ്യം മനസ്സിലാവുകയും പെൺപാമ്പിനെ അന്വേഷിച്ച് ഇതിങ്ങനെ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഇങ്ങനെ ആൾതാമസമുള്ള സ്ഥലങ്ങൾ ക്രോസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അങ്ങനെയൊക്കെയാണ് കൂടുതലും രാജവെമ്പാല ജനവാസ മേഖലകളിലേക്ക് വരുന്നത്. അതല്ലെങ്കിൽ പിന്നെ ഇരജീവിയെ പിടിക്കാൻ വേണ്ടി ഇപ്പം കൃഷിയിടങ്ങളിലൊക്കെ ചേര ധാരാളമുണ്ട്, മൂർഖൻ പാമ്പുണ്ട്. ചേരയും മൂർഖൻ പാമ്പും ഒക്കെ രാജവെമ്പാലയുടെ ഇഷ്ടപ്പെട്ട ആഹാരമാണ്. അതിനെ അന്വേഷിച്ചും വന്നുപെടാം. അത് അപൂർവമായിട്ടേ ഉള്ളൂ. കൂടുതലും അത് ഉൾവനങ്ങളിൽ മാത്രം കാണപ്പെടുന്നതുകൊണ്ടും ഇത്രയും വലിയ ശരീരം ഉള്ളതുകൊണ്ടും ഈ പാമ്പ് കടി ഏൽക്കുന്നത് കൂടുതലും പാമ്പ് കിടക്കുന്നത് കാണാതെ അതിന്റെ തൊട്ടടുത്തേക്ക് പോവുകയും അന്നേരം പാമ്പ് കടിക്കുകയും ചെയ്യുന്നതാണ്. ഒരിക്കലും പാമ്പ് ഇങ്ങോട്ട് വന്ന് സാധാരണ ആൾക്കാരെ കടിക്കാറില്ല, ഉപദ്രവിക്കാറില്ല. അപ്പൊ അങ്ങനെ ഒരു സാധ്യത രാജവെമ്പാലയെ സംബന്ധിച്ചില്ല. കാരണം അടുത്തൊരാൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉയരത്തിന് ഒപ്പം തന്നെ പൊങ്ങി നിൽക്കാനുള്ള ഏകദേശം ഒരു 5 അടി 6 അടി വരെ തല ഉയർത്തി നിൽക്കാനുള്ള ഒരു കഴിവുള്ള പാമ്പാണ് രാജവെമ്പാല. ഇത്രയും നീളം ഉള്ളതുകൊണ്ട് അത് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കാണാതെ തൊട്ടടുത്ത് പോകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. പിന്നെ രാജവെമ്പാല ഒരു പ്രദേശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സ്ഥിരമായിട്ട് അവിടെ വരുന്നതല്ലാത്ത ഏതെങ്കിലും ജീവി ഒരു സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാക്കക്കൂട്ടം ഇങ്ങനെ കരയുകയും പട്ടികൾ ബഹളം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ, പ്രകൃത്യാ തന്നെ സൂചനകൾ കിട്ടും. അപ്പൊ നോക്കുമ്പോഴാണ് നമ്മൾ ചിലപ്പോൾ കുരങ്ങ് കാടിറങ്ങി നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കാക്കക്കൂട്ടങ്ങളും പട്ടിയും ഒക്കെ നമുക്ക് സൂചനകൾ തരാറുണ്ട്. അത്തരത്തിൽ രാജവെമ്പാലയും ഇത്രയും വലിയൊരു പാമ്പഴഞ്ഞു വരുന്നത് കാണുമ്പോഴേക്കും പക്ഷികളും മറ്റ് ജന്തുക്കളും ഒക്കെ നമുക്ക് സൂചനകൾ തരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ രാജവെമ്പാലയുടെ കടിയേൽക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഇന്ത്യയിൽ തന്നെ 3 ഷുവർ കേസസ് ആണ് രാജവെമ്പാലയുടെ കടിയേറ്റ് മരിച്ചത്. ഈ 3ഉം പാമ്പിനെ പിടിക്കുന്ന ആൾക്കാരായിരുന്നു. അതിനെ പിടികൂടുന്നതിനിടയ്ക്കാണ് കടിയേറ്റത്. ഒന്ന് കേരളത്തിലാണ്, നമ്മുടെ തിരുവനന്തപുരം സൂവിൽ സൂ കീപ്പറായിരുന്ന ഹർഷദ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഈ രാജവെമ്പാലയുടെ കൂട് ക്ലീൻ ചെയ്യാൻ വേണ്ടി അകത്തേക്ക് കയറിയപ്പോൾ പാമ്പിന്റെ കടിയേറ്റ് മരിച്ച് കൂടിനകത്ത് മരണപ്പെട്ട് കിടന്ന അവസ്ഥയിലാണ് കണ്ടെത്തിയത്. ഈ പാമ്പ് കടി ഏറ്റാൽ എന്താണ് എടുക്കേണ്ട മുൻകരുതലുകൾ എന്താണ് എടുക്കേണ്ടത്? അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. കാരണം പാമ്പ് കടിയേറ്റാല് കെട്ടണം, മുറുക്കി കെട്ടണം. പിന്നെ അതേപോലെ തന്നെ പാമ്പിനെ ആ പാമ്പിനെ തന്നെ കണ്ടെത്തി അതിനും കൂടെ കൊണ്ടുപോകണം ഹോസ്പിറ്റലിലേക്ക് പോകാൻ. പിന്നെ ഈ നായ കടിയേറ്റാലൊക്കെ ചെയ്യുന്ന പ്രഥമ ശുശ്രൂഷയുടെ അതേ രീതിയിൽ തന്നെ ഇതിലും ചെയ്യുക എന്നുള്ള യഥാർത്ഥത്തിൽ അതിലൊരു വല്ല വസ്തുത ഉണ്ടോ? എന്താണ് നമ്മൾ ഒരു പാമ്പ് കടിയേറ്റ ഒരാളെ ഏറ്റവും ആദ്യം മുതൽ നമ്മൾ അതിൻ്റെ ഒരു
ലാസ്റ്റ് പോയിന്റ് വരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ആ ഒരു സമയം വരെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ബേസിക്കലി പാമ്പ് കടി ഏറ്റാലും അത് നമുക്ക് ബോധ്യപ്പെട്ടാലും ഇനി പാമ്പ് കടി ഏറ്റു എന്ന് സംശയം തോന്നിയാൽ പോലും ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ട സംഗതി എന്ന് പറഞ്ഞാൽ ആന്റി സ്നേക്ക് വെനം ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ്. ആ എത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പോലും ഒരുപാട് തെറ്റിദ്ധാരണകൾ പലരും ഇങ്ങനെ പറഞ്ഞ് പ്രചാരത്തിലുണ്ട്. ഒന്ന്, രോഗിയെ കിടത്തിയിട്ടേ കൊണ്ടുപോവുള്ളൂ, അതായത് ലാറ്ററൽ റിക്കംബന്റ് പൊസിഷൻ എന്ന് പറയും. ഒരു രോഗി ഏതെങ്കിലും തരത്തിലുള്ള അപകടം പറ്റിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വലത്തോട്ട് തിരിഞ്ഞ് ഇങ്ങനെ കൈ ഇങ്ങനെ കവളിന്റെ ഭാഗത്ത് വെച്ചിട്ട് ചരിഞ്ഞു കിടക്കുക എന്നുള്ളതാണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള പൊസിഷൻ. ഒരു പാമ്പ് കടിയേറ്റ രോഗിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കിടത്തിക്കൊണ്ടു പോവുക, അല്ലെങ്കിൽ ചിലർ പറയുന്നത് ഇരുത്തിക്കൊണ്ടേ പോവുള്ളൂ, അങ്ങനെ ഒന്നും ശ്രദ്ധിക്കേണ്ടെന്ന സംഗതിയില്ല. ഏത് സാഹചര്യത്തിലാണോ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാവുന്നത് ആ ഒരു പൊസിഷനിൽ ഇരുത്തിക്കൊണ്ടു പോകാം. കിടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന സൗകര്യമാണെങ്കിൽ കിടത്തിക്കൊണ്ടു പോകാം. ഇനി ആംബുലൻസ് വന്നിട്ട് അദ്ദേഹത്തെ കിടത്തിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ടൈം ഫാക്ടറാണ്. 1 മിനിറ്റ് മുന്നേ എങ്കിൽ 1 മിനിറ്റ് മുന്നേ ആളെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രധാനം. കാറുണ്ടെങ്കിൽ കാറിൽ കൊണ്ടുപോകാം. ഇനി കാറൊന്നുമില്ല, 2 വീലറേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ 2 വീലറിൽ കൊണ്ടുപോകാം. പക്ഷെ ഈ കടിയേറ്റ ആള് അത് ഓടിച്ചു പോകാൻ പാടില്ല. കടിയേറ്റ ആള് നടക്കാനോ ഓടാനോ ആയാസകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ പാടില്ല. ആളെ ശാന്തനായിരിക്കുക എന്നുള്ളതാണ്. ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് ഓഫ് സ്നേക്ക് ബൈറ്റ് ഡു ഇറ്റ് റൈറ്റ് എന്നാണ് എക്സ്പെർട്സ് പറയുന്നത്. ഇൻ കേസ് ഓഫ് സ്നേക്ക് ബൈറ്റ് ഡു ഇറ്റ് റൈറ്റ്, RIGHT. R എന്ന് പറഞ്ഞാൽ കടിയേറ്റ ആളെ റീഅഷ്വർ ചെയ്യുക, സമാധാനിപ്പിക്കുക, ഭയപ്പെടുത്താതിരിക്കുക. ഭയപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചേര കടിച്ചതാണെങ്കിൽ പോലും ആള് മരിക്കാൻ സാധ്യതയുണ്ട്. ചേര കടിച്ച കേസിൽ മരണപ്പെട്ട കേസുകളുണ്ട്. അത് വിഷബാധ കൊണ്ടല്ല, പേടിച്ചിട്ട് മരിച്ചതാണ്. റീഅഷ്വർ, കടിയേറ്റ ആളെ സമാധാനിപ്പിക്കുക, ധൈര്യപ്പെടുത്തുക, ഭയപ്പെടുത്താതിരിക്കുക. ഇമ്മൊബിലൈസ്, കടിയേറ്റ ഭാഗം പേശി ചലനങ്ങൾ പരമാവധി കുറയ്ക്കുന്ന രീതിയിലുള്ള ഇമ്മൊബിലൈസേഷൻ ചെയ്യുക. അത് ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്രൈപ്പ് ബാൻഡ് ഉപയോഗിച്ച് വളരെ മയത്തിലൊന്ന് ചുറ്റാം. ട്രെയിൻഡ് ആയിട്ടുള്ള ആളില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. കാരണം അത് വിപരീത ഫലം ചെയ്യും. റീഅഷ്വർ, ഇമ്മൊബിലൈസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റ് പ്രഥമ ശുശ്രൂഷകളൊന്നും തന്നെ ഇല്ല. GH എന്ന് പറഞ്ഞാൽ ഗോ ടു ഹോസ്പിറ്റലാണ്. ആന്റിവെനം ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞതുപോലെ ലഭ്യമായ വാഹനത്തിലെത്താം. അതിന് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ നമ്മുടെ വനം വകുപ്പിന്റെ സർപ്പ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ ആന്റിവെനം ട്രീറ്റ്മെന്റ് അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രികളുടെ ലിസ്റ്റ് ഉണ്ട്, ജില്ല തിരിച്ചുള്ള ലിസ്റ്റ് ഉണ്ട്. അപ്പൊ ഒരാൾ കടിയേറ്റ സ്ഥലത്ത് നിന്ന് ആ ലിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത ആശുപത്രിയാണ് അതിൽ ആദ്യം കാണിക്കുക. നിയറസ്റ്റ് ഫസ്റ്റ് എന്നുള്ള രീതിയിലാണ് കാണിക്കുക. അവിടുത്തെ ഒരു കോൺടാക്ട് നമ്പറും ഉണ്ടാവും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇത് ഗൂഗിൾ മാപ്പിൽ നാവിഗേറ്റ് ചെയ്ത് അങ്ങോട്ട് പോകാം. വഴി അറിയത്തില്ലാത്ത ആളാണെങ്കിൽ പോലും അങ്ങോട്ട് നേരിട്ട് പോകാൻ പറ്റും. ഈ കോൺടാക്ട് നമ്പർ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ വിളിച്ചിട്ട് ഇപ്പോൾ ആന്റിവെനം അവൈലബിൾ ആണോ എന്നുള്ളത്, ഇപ്പോൾ ഒരാൾക്ക് കടിയേറ്റിട്ടുണ്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആന്റിവെനം അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഡോക്ടർ അവൈലബിൾ ആണോ എന്നുള്ളത്, ഈ 2 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. ആന്റിവെനം ട്രീറ്റ്മെന്റ് ഉണ്ട് എന്നുള്ള ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ആ സമയത്ത് ആന്റിവെനം ഇല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ രണ്ടാമത്തെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴേക്കും ചിലപ്പോൾ 15 മിനിറ്റോ അരമണിക്കൂറോ നഷ്ടപ്പെടും. ഗോൾഡൻ അവർ എന്നാണ് പറയുന്നത്. ജീവന്റെ വിലയുള്ള ആദ്യത്തെ 1 മണിക്കൂറാണ്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ലഭ്യമാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, ചിലപ്പോൾ ആന്റിവെനം അവൈലബിൾ ആയിരിക്കും, അതിന് പറ്റിയ അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റിയ ഡോക്ടർ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിയറസ്റ്റിൽ നമ്മൾ വിളിക്കുമ്പോൾ ഈ 2-ൽ ഒരു സംഗതി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് നിയറസ്റ്റിൽ വിളിച്ചിട്ട് അവിടെ ഇത് 2 ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാന്നുള്ളതാണ്. കാരണം അവിടെ പോയി ആദ്യത്തെ സ്ഥലത്ത് പോയിട്ട് അതില്ലാന്ന് മനസ്സിലാക്കിയിട്ട് രണ്ടാമത്തെ സ്ഥലത്ത് പോകുമ്പോഴേക്കും അരമണിക്കൂറോ 3/4 മണിക്കൂറോ നഷ്ടം സംഭവിക്കും. അപ്പൊ അത് ഗോ ടു ഹോസ്പിറ്റൽ. അപ്പൊ RIGH പിന്നെ T, ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ഡോക്ടറോട് നടന്ന സംഭവങ്ങളെ പറ്റി ചുരുങ്ങിയ രീതിയിൽ വിവരിക്കുക. ബാക്കി കാര്യങ്ങൾ ഡോക്ടറാണ് ചെയ്യേണ്ടത്. എൻവെനമേഷൻ ഉണ്ടോ, ഡ്രൈ ബൈറ്റ് ആണോ, വിഷമുള്ള പാമ്പിന്റെ കടിയാണോ, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർക്ക് വിട്ടെടുക്കുക എന്നുള്ളതാണ്. പിന്നെ പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങളിൽ മെയിനായിട്ടുള്ളത് ഡു ഇറ്റ് റൈറ്റ് ആണ്. ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. മുറുക്കി കെട്ടുക. പലപ്പോഴും ഈ വ്ളോഗേഴ്സൊക്കെ മുറുക്കി കെട്ടാൻ പാടില്ല, ഒരു വിരൽ കടത്തുന്ന രീതിയിൽ അയച്ചു കെട്ടണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം മുറുക്കിയും കെട്ടണ്ട, അയച്ചും കെട്ടണ്ട എന്നുള്ളതാണ്. കാരണം ഒരു കൃത്യമായി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളല്ല എന്നുണ്ടെങ്കിൽ കെട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഒരു ടോർണിക്ക് എഫക്റ്റ് ചെയ്യുകയും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹീമോടോക്സിക് ആയിട്ടുള്ള പാമ്പുകൾ, സർക്കുലേറ്ററി സിസ്റ്റത്തിനെ ബാധിക്കുന്ന തരത്തിലുള്ള വിഷമുള്ള പാമ്പുകളുടെ കടിയേറ്റതാണെന്നുണ്ടെങ്കിൽ അത്രയും ഭാഗത്തെ ടിഷ്യൂസും ഒക്കെ ഡാമേജ് ആയി പോവുകയും ആ കെട്ടിന് താഴെയുള്ള ഭാഗം മിക്കവാറും മുറിച്ച് മാറ്റേണ്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ
മുറുക്കി കെട്ടാൻ പാടില്ല. പിന്നെ വായ കൊണ്ട് വിഷം വലിച്ചെടുത്ത് തുപ്പുന്നൊരു രീതി നമ്മൾ പലപ്പോഴും സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അത് വളരെ അപകടകരമാണ്. ഈ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ആളിനും വായിൽ ചെറിയ മുറിവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അപകടം പറ്റാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ഈ വലിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഒരു മസാജിങ് എഫക്ട് വരും. മസാജിങ് എഫക്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാക്സിൻ എടുത്തിട്ട് നന്നായിട്ട് തേച്ച് മസാജ് ചെയ്യുമ്പോഴേക്കും അത് പെട്ടെന്ന് ബ്ലഡിലേക്ക് സ്പ്രെഡ് ആവുമെന്ന് പറഞ്ഞതുപോലെ ഈ കടിയേറ്റ ഭാഗത്തൊരു മസാജ് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ആ വിഷം ബ്ലഡിലേക്ക് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിച്ചെടുക്കാൻ ശ്രമിക്കരുത്. മുറിവിൽ ഒരു മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ചിട്ട് മുറിവുണ്ടാക്കിയിട്ട് ബ്ലഡ് ഒഴുക്കിക്കളയണമെന്ന് പറയും. അപ്പോൾ ബ്ലഡിന്റെ ഒപ്പം ഈ വിഷം കൂടി ഒഴുകി പോകുമെന്നാണ് ധാരണ. അങ്ങനെ ഒരു കാരണവശാലും ബ്ലഡിന്റെ ഒപ്പം വിഷം ഒഴുകി പോകത്തില്ല. കാരണം ഈ പാമ്പ് കടിക്കുന്നത് ടിഷ്യൂവിലാണ്, ബ്ലഡിലല്ല, വെയിനിലല്ല. അത് പതിയെയാണ് ബ്ലഡിലേക്ക് കലരുന്നത്. മുറിവുണ്ടാക്കി കഴിഞ്ഞാൽ ഈ വെയിൻസ് ഒക്കെ കട്ടാവുകയും ബ്ലഡ് ഒരുപാട് നഷ്ടപ്പെടുകയും അതിലൂടെ അപകടം സംഭവിക്കുകയും മാത്രമല്ല ഈ ബ്ലഡ് എക്സ്പോസ്ഡ് ആവുമ്പോൾ പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻ ഫാസ്റ്റ് ആവുകയും ചെയ്യും. ഇതേ സംഗതി പലരും ഈ സോപ്പിട്ട് നല്ലോണം തേച്ച് കഴുകണമെന്ന് പറയാറുണ്ട്. നായ കടിയേറ്റ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൂച്ച കടിച്ചു, പൂച്ച മാന്തി, മറ്റ് ഏത് ജീവി കടിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഈ വൈറസ് ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള പാത്തോജൻസിന്റെ സാന്നിധ്യം ഉണ്ടാവും. അപ്പോൾ ഈ അണുക്കൾ നശിപ്പിക്കാൻ വേണ്ടി പരമാവധി നമ്മൾ സോപ്പോ സാനിറ്റൈസറോ ഡെറ്റോളോ അത്തരത്തിലുള്ള ഏതെങ്കിലും അണുനാശിനികളും നമ്മൾ ഭംഗിയായിട്ട് തേച്ച് കഴുകണം. അതൊരു 10-15 മിനിറ്റ് ഭംഗിയായിട്ട് തേച്ച് കഴുകിയിട്ട് ആശുപത്രിയിൽ പോകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫസ്റ്റ് എയ്ഡാണ്. ഇവിടെ പാമ്പ് വിഷം ഇഞ്ചക്ട് ചെയ്യുന്നത് ആ മുറിപ്പാടിലല്ല, അതിന്റെ ഒരു 5 മില്ലിമീറ്ററോ 10 മില്ലിമീറ്ററോ ഉള്ളിലാണ്. അപ്പൊ ഇവിടെ തേച്ച് കഴിയെന്ന് പറഞ്ഞിട്ട് അവിടെ മാത്രമല്ല അണുക്കളുടെ സാന്നിധ്യം അല്ല ഇവിടെ ഉള്ളത്, വിഷമാണ്. അപ്പൊ അവിടെ തേച്ച് കഴിയെന്ന് പറഞ്ഞിട്ട് ആ വിഷം കഴുകി കളയാൻ പറ്റത്തില്ല. ഉള്ളിൽ കിടക്കുന്ന വിഷം എന്ത് ചെയ്യും? നമ്മൾ മുകളിൽ തേച്ച് കഴിയുമ്പോഴേക്കും അവിടെ ഒരു സുന്ദരമായിട്ടുള്ള ഒരു മസാജിങ് എഫക്ട്, പ്രത്യേകിച്ച് സോപ്പും കൂടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടും. അപ്പൊ എന്ത് ചെയ്യും? ഈ വാക്സിൻ പെട്ടെന്ന് ബ്ലഡിലേക്ക് കലരുന്നത് പോലെ വിഷം പെട്ടെന്ന് ബ്ലഡിലേക്ക് കലരും. അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാമ്പിന്റെ കടിയേറ്റ് കഴിഞ്ഞാൽ തുടക്കത്തിലുള്ള ഈ വനത്തിന്റെ സ്പ്രെഡിങ് എന്ന് പറഞ്ഞാൽ ലിംഫാറ്റിക് സിസ്റ്റത്തിലൂടെയാണ്. അതൊരു സ്ലോ സ്പ്രെഡിങ് ആണ്. അത് കഴിഞ്ഞ് അത് ബ്ലഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യും, ശരീരത്തിന്റെ മറ്റെല്ലാ ഭാഗങ്ങളിലേക്കും എത്തും. ഈ ഒരു മസാജിലൂടെ അല്ലെങ്കിൽ തേച്ച് കഴുകുന്നതിലൂടെ ഈ സ്പ്രെഡിങ് എന്ത് ചെയ്യും? ഒരു മണിക്കൂർ കൊണ്ട് സ്പ്രെഡ് ആവേണ്ടത് 15-20 മിനിറ്റ് കൊണ്ട് സ്പ്രെഡ് ആവുന്ന സാഹചര്യത്തിന് കാരണമാവും. അപ്പോൾ അതുകൊണ്ട് തേച്ച് കഴുകൽ അങ്ങനെയുള്ള സംഗതികളൊക്കെ ഒഴിവാക്കുക. പല പാരമ്പര്യ മരുന്നുകളെ പറ്റി നമ്മൾ കേൾക്കാറുണ്ട്. അതൊക്കെ പച്ചമരുന്ന് അരച്ച് പുരട്ടുക, അതൊക്കെ സെപ്റ്റിക് ആയിട്ട് ഇൻഫെക്ഷൻ ആകാൻ കാരണമായി തീരും. ഈ വിഷമില്ലാത്ത പാമ്പാണ് കടിച്ചെങ്കിൽ പോലും ചില മരുന്നുകളൊക്കെ അരച്ച് പുരട്ടി കഴിഞ്ഞാൽ അത് പഴുക്കുകയും അതൊരു വ്രണമൊക്കെ ആകാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ, ഈ വിഷം തിരിച്ച് വലിച്ചെടുക്കാൻ വേണ്ടി കടിച്ച പാമ്പിനെ നമ്മൾ വിളിച്ചു വരുത്തിയിട്ട് അതിനെ കൊണ്ട് അതുവരെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ഈ വ്ളോഗേഴ്സിന്റെ മറ്റേ കണ്ടന്റുകളൊക്കെ, വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്ന ആൾക്കാർ ധാരാളം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം. ശരിയായ ഈ പാമ്പുകളെ സംബന്ധിച്ച്, പാമ്പ് കടിയെ സംബന്ധിച്ച് ശരിയായ ഒരു ബോധവൽക്കരണം എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനമാണ്. അതിനെപ്പറ്റി കൃത്യമായിട്ട് നമ്മുടെ ജനങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒരു പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ പോലും ഒരു തരത്തിലുള്ള അപകടവും കൂടാതെ ആ കടിയേറ്റ ആളെ പൂർണ്ണമായിട്ട് സുഖപ്പെടുത്തിയെടുത്താൻ സാധിക്കും. അതിനുള്ള സംവിധാനങ്ങൾ കേരളത്തിലുണ്ട്. നല്ല ഡോക്ടർമാരും നല്ല ആശുപത്രികളും എല്ലാം ഉണ്ട്. പാമ്പ് കടി ഏറ്റതാണോ എന്ന് പലപ്പോഴും അറിയില്ലല്ലോ. കാരണം പല സമയത്തും പറയല് പല്ലിന്റെ അടയാളങ്ങളാണ്. അതെ, ഒരു ചെറിയ 3 കുത്തോ അങ്ങനെയൊക്കെയാണ് ഒരു പ്രത്യക്ഷമായിട്ട് കാണുന്നത്. അപ്പം നമുക്ക് എന്താണ് കടിച്ചെന്ന് നമ്മൾ പലപ്പോഴും അറിയില്ല. അപ്പൊ വീട്ടിൽ നിന്നായാലും എവിടെ നിന്നായാലും എന്തോ ഒരു സാധനം നമ്മൾ കുത്തിപ്പോയി എന്നറിയുന്നത്. അപ്പൊ അത് പാമ്പ് കടിച്ചതാണെന്ന് ഈ പല്ലിന്റെ അടയാളം ഇല്ലാതെ, ഇപ്പൊ സാധാരണ പറയല് ഈ ശരീരത്തിന്റെ നിറം മാറുമ്പോൾ, നീല നിറാവുമ്പോഴൊക്കെയാണ് പലരും അത് പാമ്പ് തന്നെ കടിച്ച വിഷമാണ് എന്നുള്ളത് പറയുന്നത്. അതല്ലാതെ നമുക്കത് മറ്റേതെങ്കിലും രീതിയിൽ വ്യക്തിയുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റത്തിലോ അല്ലെങ്കിൽ പ്രത്യക്ഷമായി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. വിഷബാധയുമായിട്ട് ബന്ധപ്പെട്ട പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകാം. പലപ്പോഴും പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പണ്ട് നമ്മൾ കേട്ട് പരിചയിച്ചതുപോലെ 2 വിഷപ്പല്ലിന്റെ അടയാളം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ചില പാമ്പുകൾക്ക് ഈ പാമ്പുകൾ ആജീവനാന്തം വളർന്നുകൊണ്ടിരിക്കുന്ന ജീവികളാണ്. അപ്പം വിഷപ്പല്ലും ഇടയ്ക്കിടയ്ക്ക് പൊഴിഞ്ഞു പോയിട്ട്, ഈ പുറംചട്ട പൊഴിക്കുന്നത് പോലെ തന്നെ, പടം പൊഴിക്കുന്നത് പോലെ തന്നെ വിഷപ്പല്ല് ഇടയ്ക്ക് പൊഴിഞ്ഞു പോയിട്ട് പുതിയ വിഷപ്പല്ലുകൾ വരും. അപ്പോൾ ഒരു പല്ല് പൊഴിഞ്ഞിരിക്കുന്ന സമയത്താണ് പാമ്പ് കടിച്ചതെങ്കിൽ ഒരു കുത്തേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 പല്ലിന്റെ അടയാളം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പിന്നെ വിഷപ്പാമ്പാണ് കടിച്ചെങ്കിൽ ലോക്കൽ റിയാക്ഷൻ, അവിടെ ചൊറിച്ചിലോ നീലിച്ച നിറമോ അല്ലെങ്കിൽ ചുമന്ന നിറമോ നീരോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഒരു വിശ്വാസമുണ്ട്. അത് എല്ലാ പാമ്പുകളുടെ കാര്യത്തിലും അതുണ്ടാവണമെന്ന് നിർബന്ധമില്ല. വെള്ളിക്കെട്ടനാണ് കടിച്ചെങ്കിൽ ചിലപ്പോൾ ഒരു കൊതുക് കുത്തിയതുപോലുള്ള വേദന ഉണ്ടാവുള്ളൂ. ഉറക്കത്തിലാണെങ്കിൽ മിക്കവാറും അറിയുകയുമില്ല. അപ്പോൾ അതേസമയം അണലിയൊക്കെയാണ് കടിച്ചതെന്നുണ്ടെങ്കിൽ ലോക്കൽ റിയാക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. നീലിച്ച നിറമോ അല്ലെങ്കിൽ ചുവപ്പ് കലർന്ന നിറമോ നീരോ
വേദന, കട്ടുകഴപ്പ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള അസഹ്യമായ വേദനയോ അത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകാം. ഇനി ഈ കടിയേറ്റ ഭാഗത്തുള്ള ലക്ഷണങ്ങളെക്കാളുപരി മറ്റു തരത്തിലുള്ള ന്യൂറോടോക്സിക് എൻവനമേഷൻ്റെയും ഹീമോടോക്സിക് എൻവനമേഷൻ്റെയും മറ്റ് ലക്ഷണങ്ങളുണ്ട്. അതായത് നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന ന്യൂറോടോക്സിക് വെനമുള്ള ഒരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ടോസിസ് എന്ന് പറയുന്നത്, അതായത് കണ്ണ് അടയ്ക്കാൻ പറ്റത്തില്ലാത്ത രീതി, തുറക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ കണ്ണിൻ്റെ പോള എങ്ങനെ അടഞ്ഞു പോകുക, അതുപോലെ ഭയങ്കരമായ മയക്കം അനുഭവപ്പെടുക, ഛർദ്ദിക്കാനുള്ള ഒരു വോമിറ്റിംഗ് ടെൻഡൻസി അനുഭവപ്പെടുക, വയറുവേദന. പ്രത്യേകിച്ച് വെള്ളിക്കെട്ടൻ്റെയൊക്കെ കടിയേറ്റ് കഴിഞ്ഞാൽ വയറുവേദന ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. പിന്നെ ഒരു ഡിസിനെസ് അനുഭവപ്പെടുക, ഈ പേശികൾ തളർന്നു പോവുക, ന്യൂറോടോക്സിക് ആണ്, അപ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കും. ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. ഉറക്കത്തിലൊക്കെയാണ് കടിയേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഉറക്കത്തിൽ തന്നെ ചിലപ്പോൾ ആള് കടിയേറ്റത് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എൻവനമേഷൻ പ്രോഗ്രസ് ചെയ്യുന്ന ഒരു സ്റ്റേജിൽ എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ എന്നൊക്കെ പറയും, അസഹ്യമായ വേദന അനുഭവപ്പെട്ടിട്ട് രോഗി അല്ലെങ്കിൽ കടിയേറ്റ ആള് ഉണർന്നാൽ പോലും ചിലപ്പോൾ അദ്ദേഹത്തിന് എഴുന്നേക്കാൻ പറ്റത്തില്ല, കംപ്ലീറ്റ് പാരലൈസ്ഡ് ആയി പോകും, ഒച്ച വയ്ക്കാൻ പറ്റത്തില്ല, അടുത്ത് കിടക്കുന്ന ആൾക്കാരെ വിളിച്ചുണർത്താൻ പറ്റത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ഹീമോടോക്സിക് ആണെങ്കിൽ അല്ലെങ്കിൽ അണലി വർഗത്തിൽപ്പെട്ട പാമ്പുകളുടെയൊക്കെ കടിയേറ്റ് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ പല ഭാഗത്തു നിന്നും രക്തം ഒഴുകുക, അതിപ്പോൾ രോമകൂപങ്ങളിലൂടെയോ അല്ലെങ്കിൽ വായിലൂടെയോ മൂക്കിലൂടെയോ ഒക്കെ രക്തം വരിക, അത്തരത്തിലുള്ള ഛർദിയൊക്കെ അതിനും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ പാമ്പോ ഏതെങ്കിലും വിഷജീവി കടിച്ചതായിട്ടുള്ള ഒരു സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന്, അഥവാ ഈ ബൈറ്റ് മാർക്സ് ഒന്നും കണ്ടില്ലെങ്കിൽ തന്നെ, ഇപ്പോൾ ദേഹത്ത് രോമങ്ങളൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ, ഈ വെള്ളിക്കെട്ടനൊക്കെ കടിച്ചതാണെന്നുണ്ടെങ്കിൽ ആ ബൈറ്റ് മാർക്ക് കണ്ടുപിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. തീരെ ചെറിയ പല്ലാണ്, അപ്പം സൂചി കുത്തിയതുപോലെയോ അല്ലെങ്കിൽ കൊതുക് കുത്തിയതുപോലെയൊക്കെ മാത്രമേ നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ, ലോക്കൽ റിയാക്ഷൻ ഒന്നും കാണത്തതുമില്ല. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിൽ ചെയ്യേണ്ടത്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് ആന്റിവെനം തന്നെയാണ്. അതെ, ഇതിന് ഉള്ള ഒരു ചികിത്സ എന്ന് പറയുന്നത് ആന്റിവെനമാണ്. വിഷമുള്ള പാമ്പാണ് കടിച്ചതെങ്കിൽ ആന്റിവെനം തന്നെ. അതെ, അതിന്റെ ലഭ്യത, അതിപ്പോ നമ്മുടെ കേരളത്തിൽ ആന്റിവെനം ഉൽപ്പാദിപ്പിക്കുന്നില്ല, നമ്മൾ തമിഴ്നാട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് വെനം ശേഖരിച്ചിട്ട് നമ്മുടെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്സിലേക്ക് കൊടുത്തിട്ട് അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിവെനമാണ് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമുക്ക് അതിന്റെ ലഭ്യത എങ്ങനെയാണ്? നമുക്ക് ലഭ്യതയെ സംബന്ധിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലും മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും ഒക്കെ ആന്റിവെനം ലഭ്യതയുണ്ട്, കാര്യക്ഷമമായിട്ട് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. 4 ഇനത്തിൽപ്പെട്ട പാമ്പുകൾക്കാണ് ആന്റിവെനം നമുക്ക് അവൈലബിൾ ഉള്ളൂ. ആ 4 ഇനത്തിനെയും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ബിഗ് 4 വെനമസ് സ്നേക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിനുള്ള ലഭ്യത ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അറിവ്. അത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ആന്റിവെനം അവൈലബിൾ അല്ലാത്ത ചില സ്പീഷീസ് ഉണ്ട്. ഉദാഹരണത്തിന് ഹംപ്നോസ്ഡ് പിറ്റ് വൈപ്പർ എന്ന് പറയും. അത് ഇന്ത്യയിലെ മൊത്തത്തിലുള്ള ഒരു സിനാറിയോയിൽ അത് ഒരു അപകടകാരി അല്ല, പക്ഷേ എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപകടകാരിയാണ് താൻ. കാരണം അതിൻ്റെ ഒരു ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റേൺ ഗാർഡ്സ് മാത്രമാണ്. സൗത്ത് വെസ്റ്റേൺ ഗാർഡ്സിൽ തന്നെ കർണാടക അല്ലെങ്കിൽ തമിഴ്നാട് ആ ഭാഗങ്ങളിലൊക്കെ ഇതിനെ കാണപ്പെടുന്ന സ്ഥലങ്ങളിൽ ജനവാസം കുറവായിരിക്കും. കർണാടകയിൽ പച്ചപ്പ് കൂടുതലുള്ള വനമാണെങ്കിൽ പോലും അത് ഈ വനപ്രദേശം തന്നെ ആയിരിക്കും. തമിഴ്നാടാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വരണ്ട പ്രദേശമായത് കാരണം ഇത് വരണ്ട പ്രദേശത്ത് അങ്ങനെ കാണപ്പെടുത്തുമില്ല. എന്നാൽ കേരളത്തിൽ നമ്മുടെ മലയോര വനപ്രദേശത്തോട് ചേർന്ന് തന്നെ കൃഷിയിടങ്ങൾ ഒരുപാടുണ്ട്, നല്ല പച്ചപ്പുള്ള ജനവാസ മേഖലകളുണ്ട്. അപ്പോൾ അവിടെ റബ്ബർ ടാപ്പിങ്ങിന് വേണ്ടി പോകുന്ന അല്ലെങ്കിൽ കൃഷി പണിക്കൊക്കെ വേണ്ടി പോകുന്ന ആൾക്കാർ ഇതിൻ്റെ കടിയേൽക്കുന്ന സംഭവങ്ങൾ ധാരാളമുണ്ട്. ഇതിന് ആന്റിവെനം അവൈലബിൾ അല്ലെങ്കിൽ പോലും ഇതൊരു അത്ര കണ്ട അപകടകാരിയല്ല. അതായത് ഒരു ആരോഗ്യമുള്ള മുതിർന്ന ഒരാളെ സംബന്ധിച്ച്, ഒരു ഹെൽത്തി അഡൾട്ടിനെ സംബന്ധിച്ച് ഇതിൻ്റെ ബൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഫാറ്റലാവത്തില്ല. പക്ഷേ കുട്ടികൾക്കോ അല്ലെങ്കിൽ കുറച്ച് പ്രായാധിക്യമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അപകടകാരിയാണ്. പക്ഷേ ഇതിന് മറ്റ് തരത്തിലുള്ള സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. കിങ് കോബ്രയെ സംബന്ധിച്ച് അതിനും നമുക്ക് ആന്റിവെനം ഇല്ല, പക്ഷേ സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. കിങ് കോബ്ര സാധാരണഗതിയിൽ പ്രകോപിതനാവുകയോ അല്ലെങ്കിൽ ആൾക്കാരെ കടിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ദൂരെ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ബൈറ്റിൻ്റെ സാഹചര്യം വളരെ വളരെ കുറവാണ്. നിലവിൽ ആന്റിവെനത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള സപ്ലൈ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഇവിടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കിയിരുന്നില്ല, ഇപ്പം എന്തെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ എവിടെ എത്തിയിട്ടുണ്ട്? അത് കേരളത്തിൽ നമുക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ പാമ്പുകളുടെ വിഷത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു കോമ്പോസിഷൻ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ കാണുന്ന അണലിയുടെ വിഷം അതേ പ്രായത്തിലുള്ള അല്ലെങ്കിൽ അതേ വലുപ്പത്തിലുള്ള ഒരു അണലി എറണാകുളം ജില്ലയിൽ അതിൻ്റെ ഒരു വെനം കോമ്പോസിഷൻ ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. സെയിം അണലി തന്നെ
ചെന്നൈയിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ എന്താണ് വടക്കേ ഇന്ത്യയിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെനം കോമ്പോസിഷൻ മാറിക്കൊണ്ടിരിക്കും. പ്രായത്തിനനുസരിച്ച് ഇത് മാറും, കാലാവസ്ഥയ്ക്കനുസരിച്ച് ഇത് മാറും. മഴക്കാലത്തെ വെനം കോമ്പോസിഷൻ ആയിരിക്കത്തില്ല വേനൽക്കാലത്ത്, അതായിരിക്കില്ല മഞ്ഞുകാലത്ത്. അപ്പോൾ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം റീജിയണലി നമ്മൾ കളക്ട് ചെയ്യുന്ന വെനമാണ് ഏറ്റവും എഫക്റ്റീവ് എന്നുള്ളതാണ് പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായിരിക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് തന്നെ പാമ്പുകളുടെ വിഷം ശേഖരിച്ചിട്ട് കേരളത്തിൽ തന്നെ ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ആൻറ്റിവെനം നിർമ്മിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചത്. പക്ഷെ അത് ഒരു ഹ്യൂജ് കോസ്റ്റ് ഇൻവോൾവ് ആകുന്ന തരത്തിലുള്ളൊരു സംഗതിയാണ്. നമുക്ക് അതിനുള്ള സംവിധാനങ്ങൾ വേണം, അതിനുള്ള ഒരു സ്ഥാപനം നമ്മൾ ഇത് ചെയ്യേണ്ടി വരും. കുതിരകളെ നമ്മൾ വാങ്ങി പരിപാലിക്കേണ്ടി വരും, 200ഓളം കുതിരകളെങ്കിലും വേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഹ്യൂജ് കോസ്റ്റ്. അപ്പോൾ അതിനനുസരിച്ച് അവിടെ നിന്നുള്ള ആ ഉൽപ്പന്നം വിറ്റഴിച്ചിട്ട് നമുക്ക് എക്കണോമിക്കായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല നമുക്കിപ്പോൾ നിലവിൽ ചെന്നൈയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന വെനം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ആൻറ്റിവെനം കേരളത്തിൽ എഫക്റ്റീവാണ്. ഇനിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഹംപനോസ്റ്റ് വിറ്റോയ്പ്പറിന് ആൻറ്റിവെനം ഇല്ല എന്നുള്ളതാണ്. അത് വനം വകുപ്പ് മുമ്പ് തന്നെ ആ ഒരു പ്രശ്നം മനസ്സിലാക്കുകയും IISc ബാംഗ്ലൂർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിൽ അവിടെ എവല്യൂഷണറി വെനമിക്സ് ലാബ് ഡോക്ടർ കാർത്തിക് സുനഗറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം സ്നേക് വെനത്തിനെ പറ്റിയിട്ട് വർഷങ്ങളായിട്ട് അവർ റിസർച്ച് നടത്തുന്നുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹംപനോസ്റ്റ് പിറ്റ്വൈപ്പറിൻ്റെ ആൻറ്റിവെനം അല്ലെങ്കിൽ പലതരം പിറ്റ്വൈപ്പേഴ്സിൻ്റെ പോളിവാലൻ്റ് ആൻറ്റിവെനം അത് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള ഒരു ശ്രമം നമ്മൾ കുറേ ഒരു 2 വർഷത്തിലധികമായിട്ട് നമ്മൾ ചെയ്തു വരുന്നുണ്ട്. പാമ്പിൻ വിഷം പ്രധാനമായും ആൻറ്റിവെനം 2 തരമാണ്. മോണോവാലൻ്റ് ആൻറ്റിവെനം എന്ന് പറയും, 2 പോളിവാലൻ്റ് ആൻറ്റിവെനം എന്ന് പറയും. നമുക്കിവിടെ ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള ആൻറ്റിവെനം എന്ന് പറയുന്നത് ഒരു സിംഗിൾ ആൻറ്റിവെനമാണ്. അതായത് പോളിവാലൻ്റ് ആൻറ്റിവെനം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഇനത്തിൽപ്പെട്ട പാമ്പുകളുടെ കടിയേറ്റ് കഴിഞ്ഞാൽ പൊതുവായി ഉപയോഗിക്കാവുന്ന ആൻറ്റിവെനമാണത്. അത് ഈ 4 ഇനത്തിൽപ്പെട്ട പാമ്പിൻ്റെ കടിയേറ്റാലും ആ ഒരൊറ്റ ആൻറ്റിവെനം തന്നെയാണ് അതിന് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത്. മോണോവാലൻ്റ് ആൻറ്റിവെനം എന്ന് പറഞ്ഞാൽ ഇപ്പം മൂർഖൻ്റെ കടിയേറ്റു, അതിനെതിരെ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന സിംഗിൾ പർപ്പസ് അല്ലെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള മോണോവാലൻ്റ് ആൻറ്റിവെനം. അണലിയുടെ കടിയേറ്റു, അതിനെതിരെ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന അണലിയുടെ മോണോവാലൻ്റ് ആൻറ്റിവെനം. ഇപ്പം നമ്മൾ ഹംപനോസ്റ്റ് പിറ്റ്വൈപ്പറിൻ്റെ മോണോവാലൻ്റ് ആൻറ്റിവെനത്തെക്കാൾ ഉപരി പലതരം പിറ്റ്വൈപ്പേഴ്സ് നമുക്കുണ്ട്. പലതും ഹൈലി വെനമസ് കാറ്റഗറിയിൽ വരുന്നില്ലെങ്കിൽ പോലും അപകടകാരികളാണ്. അപ്പോൾ അതിൻ്റെ കടിയേൽക്കാൻ സാധ്യതയുള്ള പിറ്റ്വൈപ്പേഴ്സിൻ്റെ ഒരു പോളിവാലൻ്റ് ആൻറ്റിവെനം നിർമ്മാണത്തിനുള്ള ശ്രമങ്ങളും ഗവേഷണങ്ങളും നടക്കുന്നുണ്ട്. നമ്മളെ ഇപ്പം ഏറ്റവും കൂടുതൽ കടിയേൽക്കുന്ന ഇപ്പോൾ കുട്ടികൾക്കാണ്. എനിക്ക് തോന്നുന്നത് കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചുള്ള അവബോധമില്ലാത്തതും തിരിച്ചറിവില്ലാത്തതൊക്കെ പ്രശ്നമായിരിക്കാം. അപ്പം ഇന്ന് കഴിഞ്ഞ ദിവസം മരിച്ചതും ഇന്നിപ്പോൾ ചിറയൻകീഴിൽ മരിച്ചതും ഒരു കുട്ടികളാണ്. യഥാർത്ഥത്തിൽ ഇപ്പം സ്കൂളുകളിലൊക്കെ ശരിക്കും നല്ലൊരു അവബോധം, ഇപ്പോൾ സർപ്പ എന്ന് പറയുന്നതിൻ്റെ പ്രവർത്തനം നമ്മുടെ വിദ്യാലയങ്ങളിലേക്കും കൂടെ വ്യാപിപ്പിക്കേണ്ടതല്ലേ പുതിയ അധ്യയന വർഷം? എങ്ങനെയാണ് നമ്മൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഈ മേഖല? സർപ്പ നമ്മൾ ആരംഭിക്കുന്ന 2020 2020 ഓഗസ്റ്റ് മാസത്തിലാണ്. അതായത് മനുഷ്യ വന്യജീവി സംഘർഷങ്ങളിൽ ഒരു വർഷം ഏകദേശം 130-140 ആൾക്കാർ മരണപ്പെടുന്നു എന്നുള്ള ഒരു ചർച്ച കേരളത്തിൽ സജീവമായ സമയത്ത് നമ്മൾ കണക്കുകൾ നോക്കുമ്പോഴേക്കും അതിലൊരു 120-ലധികം ആൾക്കാരും പാമ്പ് കടിയേറ്റ് മരിക്കുന്നതാണ്. 150ഓളം പേര് കേരളത്തിൽ പാമ്പ് കടിയേറ്റ് മരിച്ചിരുന്നു. അപ്പോൾ അത് വളരെ ശ്രദ്ധാപൂർവം അഡ്രസ്സ് ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ സർപ്പ കൊണ്ടുവരുന്നത്. ഇപ്പോൾ സർപ്പ എന്ന് പറഞ്ഞാൽ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു അപകടം ഒഴിവാക്കുന്ന രീതിയിൽ അതിനെ അവിടെ നിന്ന് പിടിച്ച് സുരക്ഷിതമായി മാറ്റാൻ പറ്റുന്ന ആൾക്കാർ വേണം. അപ്പോൾ അതിന് നമ്മൾ കേരളത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് ആൾക്കാരെ പരിശീലിപ്പിച്ചു. സർപ്പ വോളണ്ടിയേഴ്സ് എന്ന് കേരളത്തിൽ ഏകദേശം 3600-ൽ പരം ആൾക്കാരുണ്ട്. എല്ലാ ജില്ലകളിലും വളരെ സജീവമായിട്ട് വനിതകളും പുരുഷന്മാരും പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഉദ്യോഗസ്ഥർ, അങ്ങനെ പല മേഖലകളിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒരു ഫുൾ സ്വിംഗിലായി വരുന്ന സമയത്ത് ക്രമേണ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ ഇങ്ങനെ കുറഞ്ഞു വന്നു. പാമ്പ് മൂലമുള്ള അപകടങ്ങൾ കുറയ്ക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ തെറ്റിദ്ധാരണ മാറ്റലാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടായതോടുകൂടി നമ്മൾ എന്ത് ചെയ്തു, 2024 പല ഇടപെടലുകളും വന്നു. അതായത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശം കൊടുത്തു, നിങ്ങൾ ഈ പാമ്പ് കടി മൂലമുള്ള അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾക്ക് ഈ പാമ്പ് കടിയെ നോട്ടിഫയബിൾ ഡിസീസ് ആക്കണമെന്നും പറഞ്ഞിട്ട് ഒരു നിർദ്ദേശം കൊടുത്തു. ആ സമയത്ത് തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സ്വമേധയാ ഒരു കേസെടുത്തിട്ടുണ്ടായിരുന്നു. 2019 നവംബർ 22-ന് ഷഹല ഷെറിൻ എന്നൊരു കുട്ടി, ഓർമ്മയുണ്ടാവും, വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇതുപോലെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു പാമ്പ് കടിച്ചു കുട്ടി മരണപ്പെട്ടു.
അപ്പോൾ അതിനെ തുടർന്ന് ഈ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട പല ചർച്ചകളൊക്കെ നടന്നൊരു കേസാണ്. ഹൈക്കോടതി സ്വമേധയാ എടുത്തൊരു കേസാണ്. അതിൽ ഒരു ഇൻട്രീം ഓർഡർ വന്നു. സ്കൂളുകളിൽ പാലിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ സ്നേക്ക് ബൈറ്റിനെ സംബന്ധിച്ച്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം അംഗൻവാടിയിൽ പാമ്പിനെ കണ്ടു, സ്കൂളിൽ പാമ്പിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് അടുപ്പിച്ചൊരു 3-4 വാർത്തകളൊക്കെ വന്നപ്പോഴേക്കും ഈ കേസിൽ വീണ്ടും ഒരു ഇൻട്രീം ഓർഡർ വരികയാണ്. വിദ്യാഭ്യാസ വകുപ്പ് ഒരു ഗൈഡ് ലൈൻ തയ്യാറാക്കണം സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്തു, വനം വകുപ്പ് ഈ ബോധവൽക്കരണ പരിപാടികൾ ഒന്നും കൂടി ഊർജിതപ്പെടുത്താൻ വേണ്ടി പ്രത്യേകിച്ച് കുട്ടികളിൽ കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ ഒന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഹൈസ്കൂളിൽ 8 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലോ 11-12 ക്ലാസ്സുകളിലോ കുട്ടികൾക്ക് ഒരു പാഠഭാഗം തന്നെ സ്നേക്ക് ആൻഡ് സ്നേക്ക് ബൈറ്റ് അവയർനെസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. അതിനുള്ള കണ്ടന്റൊക്കെ നമ്മൾ തയ്യാറാക്കി കൊടുക്കാമെന്നുള്ള രീതിയിലുള്ള ഒരു റെപ്രസെൻറ്റേഷൻ നമ്മൾ കൊടുത്തു. അതുകൂടാതെ സ്കൂളുകളിലെ കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ സർപ്പപാഠം എന്ന് പറയുന്ന ഒരു പരിശീലന പദ്ധതി അല്ലെങ്കിൽ ബോധവൽക്കരണ പദ്ധതി നമ്മൾ ആരംഭിച്ചു. അതുകൊണ്ട് ലക്ഷ്യമിടുന്നത് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും എല്ലാ അധ്യയന വർഷങ്ങളിലും നമ്മൾ ഒരു ക്ലാസ്സെങ്കിലും നടത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ അധ്യയന വർഷം 2025-26 അധ്യയന വർഷത്തിൽ നമുക്ക് 800ഓളം സ്കൂളുകളിൽ ആ ഒരു പ്രോഗ്രാം നടത്താൻ സാധിച്ചു. അതിലൂടെ 50,000 കുട്ടികളിലേക്ക് നമുക്ക് നേരിട്ട് ഈ ഒരു ബോധവൽക്കരണം എത്തിക്കാൻ സാധിച്ചു. അതുകൂടാതെ NSSന്റെ NCCയുടെയും ആനുവൽ ക്യാമ്പുകളുണ്ട്. ആനുവൽ ക്യാമ്പുകളിൽ പങ്കെടുത്ത് നമ്മൾ ഏകദേശം 20,000ഓളം കുട്ടികളെ നമ്മൾ നേരിട്ട് കണ്ടിട്ട് ഈ ഒരു ബോധവൽക്കരണം എത്തിച്ചു. നേച്ചർ ക്യാമ്പുകളിൽ പങ്കെടുക്കുന്ന വനം വകുപ്പ് നടത്തുന്ന നേച്ചർ ക്യാമ്പിൽ പങ്കെടുക്കുന്ന കുട്ടികളുണ്ട്, അവർക്കും നമ്മൾ ഈ ഒരു ബോധവൽക്കരണം എത്തിച്ചു. അങ്ങനെ പിന്നെ ഓൺലൈൻ മീഡിയ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ വെച്ചിട്ടും അതുപോലെ ഈ വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ സാമൂഹ്യ മാധ്യമങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മുടെ യൂട്യൂബിലൂടെ ആയാലും ഫേസ്ബുക്കിലൂടെ ആയാലും ഇൻസ്റ്റാഗ്രാമിലൂടെ ആയാലും ആ ഒരു മെസ്സേജ് കുട്ടികളിലേക്ക് എത്തിച്ച് ഏകദേശം 1 ലക്ഷത്തിൽ പരം ഇത്തരത്തിലുള്ള നേരിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകളും അല്ലാതെയും ക്ലാസ്സുകൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. മറ്റ് അവബോധ പരിപാടികളും നമ്മൾ നടത്തുന്നുണ്ട്. ഇതിനു വേണ്ടി നമ്മൾ 3600ഓളം സർപ്പ വോളണ്ടിയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ല. അവർ പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഇതിൽ നിന്ന് ക്ലാസ് എടുക്കാൻ പറ്റുന്ന ആൾക്കാരെ നമ്മൾ 70ഓളം പേരെ വേറെ കണ്ടെത്തി നമ്മൾ പ്രത്യേകിച്ച് പരിശീലനം കൊടുത്തു. കാരണം അവർ പോയിട്ട് കൃത്യമായിട്ടുള്ള സംഗതി വേണം കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കാൻ. അതായത് ഒരു ക്ലാസ് എടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യത്തെപ്പറ്റി നമുക്ക് പല ലെവൽ ഓഫ് അവയർനെസ് ഉണ്ട്. ബേസിക് അവയർനെസ്, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് അവയർനെസ്, പിന്നെ ഒരു എക്സ്പെർട്ടൈസ്. ഈ 3 ലെവലുള്ള അവയർനെസ് ഉള്ള ആൾക്കാരുണ്ടാകാം. നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ എപ്പോഴും ഒരു അഡ്വാൻസ്ഡ് അവയർനെസ് എങ്കിലും ഉള്ള ആൾക്കാർ വേണം പോകാൻ എന്നുള്ള നിർബന്ധം ഉള്ളതുകൊണ്ട് നമ്മൾ എന്തൊക്കെ പറയണം, എന്തൊക്കെ ആണ് കുട്ടികളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കണ്ടന്റ് നമ്മൾ സ്റ്റാൻഡേർഡൈസ് ചെയ്തു. ഒരു പവർ പോയിന്റ് ഒക്കെ തയ്യാറാക്കി ഇവർക്കെല്ലാം കൊടുത്തു. ഇവരെ 70 പേരെ നമ്മൾ സർപ്പ എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ട് ഓതറൈസ് ചെയ്ത് വിട്ടിരിക്കുകയാണ്. ഇവരാണ് സ്കൂളുകളിൽ പോയിട്ട് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഒരു നിലവിൽ നമ്മൾ കണ്ടൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബേസിക് അവയർനെസ് പോലും ഇല്ലാത്ത ആൾക്കാർ സ്കൂളുകളിലൊക്കെ പോയിട്ട് ക്ലാസ് എടുത്തിട്ട് കുട്ടികൾക്ക് വീണ്ടും തെറ്റിദ്ധാരണകൾ പാമ്പുകളെ സംബന്ധിച്ചും പാമ്പുകടിയെ സംബന്ധിച്ചും ഒക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രശ്നത്തിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർപ്പപാഠം എന്നൊരു സംഗതി, ആ ഒരു പ്ലാൻ നമ്മൾ തുടങ്ങിയത്. മാക്സിമം ആൾക്കാരിലേക്ക്, കുട്ടികളിലേക്ക് അവയർനെസ് എത്തിക്കുക. അത് സ്കൂളുകളിൽ മാത്രമല്ല, നമ്മളിപ്പം വായനശാല, ഗ്രന്ഥശാല അത്തരത്തിലുള്ള കൂട്ടായ്മകൾ നമ്മൾ നടത്തുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പാമ്പുകടി കേൾക്കാൻ സാധ്യതയുള്ള ഒരു കാറ്റഗറി എന്ന് പറയുന്നത് തൊഴിലുറപ്പ് ചെയ്യുന്ന ജീവനക്കാരാണ്, തൊഴിലാളികളാണ്. അപ്പോൾ അവരുടെ കൂട്ടായ്മകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കുടുംബശ്രീ യൂണിറ്റുകളിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കാർഷിക മേഖലകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പാമ്പുകടി കേൾക്കാൻ സാധ്യത കൂടുതലാണ്, അവർക്കിടയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ റെസിഡൻഷ്യൽ അസോസിയേഷൻസ്, ചെറിയ ഗ്രൂപ്പുകൾ പലയിടത്തുമായിട്ട് നമ്മൾ ഇത്തരം ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അത് വരുന്ന വർഷങ്ങളിലും കണ്ടിന്യൂ ചെയ്യും. ഓരോ അധ്യയന വർഷത്തിലും മാക്സിമം കേരളത്തിലെ സ്കൂളുകൾ മാത്രമല്ല കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർപ്പപാഠം എന്ന ഈ ഒരു അവയർനെസ് പ്രോഗ്രാം എത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ എണ്ണം നമ്മൾ കൂട്ടുന്നുണ്ട്. കൂടുതൽ ആൾക്കാരെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് ക്ലാസ് എടുക്കാൻ പ്രാപ്തരായ രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ സർ, താങ്ക് യു.